ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോസ് അങ്ങനെ ഇടുന്നുണ്ടെങ്കിലും മനസ്സിനൊരു സ്വസ്ഥതയായിട്ടില്ല സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഓക്കെ ആയി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ടെൻഷനാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അപ്പീൽ സ്വീകരിക്കാതെ അപ്പീൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെസ്പായിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഡെസ്പാവണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വീഡിയോ ചെയ്യൽ നിർത്താതിരിക്കുക. എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുക തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്കതെന്തെങ്കിലും ശരിയായി കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രതീക്ഷ അങ്ങനെ മുന്നോട്ട് വയ്ക്കുക. ആ പ്രതീക്ഷയിലൂടെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്താണോ, അവരെന്ത് ഫോൾട്ടാണോ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തെങ്കിലും അത് മാറ്റപ്പെടും അല്ലേ. നമ്മൾ അപ്പീൽ കൊടുത്തുകൊണ്ടേയിരിക്കുക. അവരത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, പിന്നെ അടുത്ത അപ്പീൽ, അങ്ങനെ ഓരോ അപ്പീലും നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ തളരാതെ അത് കൊടുത്തുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ചാനൽ കൂടി ഓപ്പൺ ചെയ്തു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മല്ലി മുളക് എന്ന് പറഞ്ഞ ഒരു ചാനലാണ്. ആ ചാനലിൽ പോയിട്ട് എല്ലാവരും കാണണം. അതിനകത്ത് മൊത്തം പാചകം മാത്രമാണ്, ഓൺലി പാചകം അല്ലേ. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ, അതിനുവേണ്ടി സ്പെഷ്യൽ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കലോ പിടിക്കലോ ഒന്നുമില്ല. നമ്മൾ അന്നന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത്, അല്ലാതെ മറ്റൊന്നുമില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളതിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അതും പോയി കാണണം. പിന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ. ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഒന്ന് വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നി ആരൊക്കെയോ എൻ്റെ വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കുന്നവരിൽ ഒരു 10 പേരാണെങ്കിലും 10 പേരൊരു കാത്തിരിപ്പ് തന്നെയാണല്ലേ. ആ കാത്തിരിപ്പിനൊരു വിരാമം. അപ്പോൾ അവരെ എന്താ പറയുക, സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ആമിന തൃശ്ശൂർ എന്ന് പറഞ്ഞ ഈ ചാനലും അതുപോലെ തന്നെ വലിയ മുളകും, ഇങ്ങനെ 2 ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. 4000 വാച്ചർ ആവുക എന്ന് പറയുമ്പോൾ ഭയങ്കര പണിയാണ്, നല്ല പണിയുണ്ട്. ഓരോ മണിക്കൂറും കയറി വരണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം മുഴുവൻ 3999 വാച്ചവറായിട്ട് 4000 ആവാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ എടുത്തു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വാച്ചവർ നോക്കുന്നത്. പക്ഷെ നമുക്ക് യൂട്യൂബ് അംഗീകരിച്ച് തന്നത് അപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് അത് നമുക്ക് ഓക്കെ ആയില്ലെന്നൊന്നും സങ്കടം തന്നെയാണല്ലേ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്നൊരു പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയാണ് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വിജയത്തിലുള്ള നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കനും കൂടി അമർത്തിയെങ്കിൽ മാത്രമാണ് എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ദയവുണ്ടായി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ആ കമൻറ്റാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബോക്സ് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.